എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാലിനി. ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വാലം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇനി അത് ഒരു മിക്സിയുടെ ജാറിലോ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പം കൂടെ ഒരു 4-5 ചുള വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം മാത്രം ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ ഉപ്പ് ഒന്ന് നമുക്ക് നോക്കണം. അത് നമുക്ക് വായിൽ വെച്ച് നോക്കാൻ പറ്റില്ലല്ലോ, ഇത് പച്ച ചിക്കൻ അല്ലേ. അപ്പം അതൊന്ന് ഒരു ലേശം മാത്രം എടുത്തിട്ട് ഒന്ന് വറുത്ത് നോക്കാം. അത് ടേസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് നഗറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അത് നന്നായി അടിച്ച് വെക്കുക, ബീറ്റ് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുക്കാം. ഇനി കയ്യിൽ അല്പം എണ്ണ പരട്ടിയിട്ട് നമ്മുടെ ആ കൂട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുത്തിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക, എന്നിട്ട് നല്ല എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി ഇത് അപ്പുറം ഇപ്പുറം നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇത് ചെയ്യുമ്പം ഒരുപാട് എണ്ണ ഹൈ തീയിൽ വെക്കരുത്. അപ്പോൾ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കരിയും, ഉൾഭാഗം വേവില്ല. ഇത് നമ്മൾ പച്ച ചിക്കൻ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പം ഉള്ളിൽ വേവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലിങ് റാപ്പിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ബോക്സിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ് കേട്ടോ. കണ്ടോ, അത് മുറിക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറാണ് ഉള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്